ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ തമ്മിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാര്യങ്ങൾ. ഞാനും വിനുവാട്ടനും പൊന്നും പൈങ്കിളിയും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. വേറെ എവിടെയല്ല, ഞങ്ങളൊന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഒരു 1 വീക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ അതിനുള്ള പോക്കാണ്. അപ്പോൾ രാവിലെ 6 o'clock ഞങ്ങളെ ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് ബാംഗ്ലൂർക്ക്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ദുബായ്, അവിടെ നിന്ന് ഒമാൻ, അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർക്ക്. അപ്പോൾ ചെടിയെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. കാരണം ഫ്രണ്ട് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ 1 വീക്ക് ചെടിക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതെല്ലാം ഒരു വഴിക്കാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുവാണ്. പുലർച്ചെ 2 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ ടാക്സിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. എയർപോർട്ടിൽ ഞങ്ങൾ ഇത്തിരി നേരത്തെ എത്തി. കാരണം അവിടെ എമിഗ്രേഷൻ കൗണ്ടറൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫ്ലൈറ്റിന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനല്ലേ. എന്തായാലും ഇത് ട്രിപ്പ് പോകുമ്പം എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ഇതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ഒരു 3 മണിക്കൂർ മുമ്പേ അവർ എത്താൻ പറയുമല്ലോ. അങ്ങനെ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പക്ഷേ കറക്റ്റ് ടൈമായിരുന്നേ. ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമായിരുന്നു. ഇവരൊക്കെ എല്ലാം ചെക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഗെയിം കളിയും കാര്യങ്ങളിലുമായിട്ട് മുഴുകിയിരിക്കുന്നുണ്ട്. പിന്നെ ഞാനും വിനോട്ടനും പിന്നെ പിള്ളേരും കൂടി ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ ട്രിപ്പ്. വിനോട്ടം മുമ്പേ പോയിട്ടുണ്ട്. ഞാനും പൊന്നും പൈങ്കിലും ഇതുവരെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ ഞങ്ങൾ ഇൻഡിഗോ, എയർ ഇന്ത്യ അങ്ങനെയാണ് ഇതെടുക്കാറ്, ടിക്കറ്റ് ബുക്ക് ചെയ്യാറ്. ഇപ്രാവശ്യം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഒമാൻ എയറാണ് എടുത്തത്. അപ്പോൾ മസ്കറ്റിലേക്കുള്ള ഒരു യാത്രയും കൂടിയാണ്. മസ്കറ്റ് എയർപോർട്ടും കൂടി കാണാമെന്നുള്ളൊരു പ്ലാനും കൂടി ഈ യാത്രയിലുണ്ട്. പിന്നെ ഇൻഡിഗോക്കും അതുപോലെ തന്നെ നമ്മളെ എയർ ഇന്ത്യ ഒന്നും പോകുമ്പം ഈ നമ്മളുടെ സിനിമ കാണേണ്ട സൗകര്യമൊന്നും പൊതുവേ കിട്ടാറില്ല. സ്ക്രീനിങ് ആ ടൈം ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനായതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഉറക്കമൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ട് തീർക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. 2 സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അവിടെ പിന്നെ ഇത് കണ്ടപ്പോൾ നോക്കുമ്പോൾ എല്ലാം കണ്ട സിനിമയാണ്. എന്നാലും ചുമ്മാ ഒന്ന് കണ്ടിരിക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ. പിന്നെ 1 hourേ ഉള്ളൂ. നമ്മൾ 6 o'clock ഫ്ലൈറ്റ് ഇവിടുന്ന് ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 7:20 ആകുമ്പോഴേക്ക് മസ്കറ്റിലെത്തും. അങ്ങനെയാണ്. പക്ഷേ എന്തോ 10 മിനിറ്റ് നേരത്തെ 7:10 ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ മസ്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സിനിമ കാണും എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പ്രേമലു തന്നെ കണ്ടു കളയാം. അതാകുമ്പം ഒന്നുമില്ല, ചിരിച്ചിരിക്കാമല്ലോ കുറച്ച് സമയം. എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. വിനോദം പിന്നെ എന്തോ പാട്ട് കേട്ട് ഇരിക്കുന്ന പരിപാടിയിലേക്കും പിള്ളേഴ്സ് എനിക്കൊന്ന് ഗെയിം കളി അങ്ങനെ. കാരണം ഇത് നമ്മളെ ഫ്രണ്ടിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്ന. നെക്സ്റ്റ് സീറ്റിലിരിക്കുന്നവർ എന്നാ വാച്ച് ചെയ്യുന്നതെന്ന് നമുക്കങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പൈങ്കിളി എന്തോ ഗെയിം കളിയും പരിപാടിയും എന്തൊക്കെയായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ പിന്നെ കുറച്ച് ഷോർട്സിന് വേണ്ടി വീഡിയോ ഒക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ആ വഴിക്കും വിട്ടു. അപ്പോൾ പിന്നെ ഞാൻ പ്രേമലു കണ്ട് തീർക്കാൻ വിചാരിച്ചു. അങ്ങനെ സിനിമയൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് സ്നാക്സ് എത്തി. ഒരു കപ്പ് കേക്കും ഒരു പാക്കറ്റ് ചിപ്സും, ഒമാൻ ചിപ്സ്, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും. അപ്പോൾ തൽക്കാലാശ്വാസം, വിശപ്പിനുള്ള തൽക്കാലാശ്വാസം ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മളങ്ങനെ മസ്കറ്റ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. ഇനിയിപ്പം 1 hour, ഏകദേശം 1.5 hour എയർപോർട്ടിൽ നമുക്ക് ഇരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ, കാരണം ഇവിടുന്ന് വീണ്ടും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബാക്ക് പാക്ക് മറ്റേ ലഗേജൊക്കെ അവർ തന്നെ മാറ്റിക്കോളും. പക്ഷേ അതിലിടക്ക് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് ആദ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ മസ്കറ്റ് എയർപോർട്ടിലേക്കും നമ്മൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറിയൊരു എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം കണ്ടത് കൊണ്ടാണോ എന്നറിയുന്നില്ല. മറ്റുള്ള എയർപോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചെറുതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ നെക്സ്റ്റ് എമിഗ്രേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ കണക്ഷൻ ഫ്ലൈറ്റ്. കാരണം നമ്മളെ ലഗേജെല്ലാം വീണ്ടും ലഗേജല്ല, ഈ ഹാൻഡ് ബാഗ് വീണ്ടും ചെക്കിങ്ങിന് എടുക്കുക. അപ്പോൾ ഈ ബാക്ക് പാക്കിൽ നിന്ന് ലാപ്ടോപ്പ് പോലെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്തിടുക, വീണ്ടും എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ അതോടെ വിനോദം പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ കണക്ഷൻ ഫ്ലൈറ്റ് പരിപാടി നിർത്തുന്നതാണ് നല്ലത്. ഭയങ്കര ബുദ്ധിമുട്ടായി. തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് തന്നെ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ചെക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡ്യൂട്ടി ഫ്രീയിലൂടെ
നമ്മളെ ഗേറ്റിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒമാൻ ഡ്യൂട്ടി ഫ്രീ ഒന്നും വാങ്ങാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ പോയിട്ട് ഗേറ്റ് ഓപ്പൺ ആകുന്നവരെ അവിടെ പോയിരിക്കാം. ഏകദേശം 1.5 hour ഉണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു ഉറക്കം, ഫ്ലൈറ്റിൽ നിന്ന് സിനിമ കണ്ടിരുന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഇത് അവിടെ ഇരുന്നുറങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ 1.5 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളെ ബാംഗ്ലൂർക്ക് പോകേണ്ട ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും നമ്മളെ ക്യൂ ഓപ്പണായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 7:20 ലാൻഡ് ചെയ്തു. 9:10 ഒമാനിന്ന് മസ്കറ്റിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ബാംഗ്ലൂർ ഏകദേശം 3:20 ആ കറക്റ്റ് ടൈം ഓർമ്മയില്ല. 3 മണിക്ക് ശേഷം 2:20 2:30 ആ ടൈം ആകുമ്പോഴേക്കും ലാൻഡിങ് ഉണ്ടായത്. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറി. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പലർക്കും പല ഭാഗത്തായിരുന്നു സീറ്റ്. 2 സീറ്റ് ഒരുമിച്ച് കിട്ടി. അപ്പോൾ അവിടെ ഞാനും വിനോട്ടനിരുന്നു. പൊന്നുവിൻ്റെ സീറ്റ് ബാക്കിലായിരുന്നു. അപ്പോൾ പിന്നെ വിനോട്ടൻ പറഞ്ഞു ഞാൻ അവിടെ പോയിരിക്കാം. മറ്റേ വിനോട്ടന് ഫ്രണ്ട് സീറ്റായിട്ടാണ്, പൈങ്കിളിക്ക് ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത്. ഞങ്ങളെ ഫ്രണ്ട് സീറ്റ് അവിടെ പൊന്നുവിനെയും പിടിച്ചിരുത്തി. അങ്ങനെ പല ഭാഗത്തായിട്ടായിരുന്നു ഞങ്ങളെ ഇപ്രാവശ്യത്തെ ഒമാൻ ടു, ഞാൻ ഒമാൻ തന്നെ പറഞ്ഞു പോകുന്നല്ലേ, മസ്കറ്റ് ടു ബാംഗ്ലൂർ യാത്ര. അപ്പോൾ ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയാൻ ഒരു ബന്ന്, പിന്നെന്തായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് റൈസും വെജിറ്റബിൾ കറിയൊക്കെ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നുണ്ടോയെന്ന് അറിയുന്നില്ല, അപാര ടേസ്റ്റ് ആയിരുന്നു. മറ്റേ ബ്രിഞ്ചൽ ഇങ്ങനത്തെ കറിയൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ മൊത്തത്തിൽ കഴിച്ചു. പൈങ്കിളി വെജിറ്റേറിയൻ അല്ല, പൈങ്കിളിക്ക് നോൺ വെജ് ഇഷ്ടം. എന്നിട്ട് പൈങ്കിളി പോലും മുഴുവൻ കഴിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു കസ്റ്റാർഡ് പോലത്തെ ഒരു സംഭവം എന്തോ ഒരു അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആ ബാക്കി സിനിമ കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പ്രേമലുവിലേക്ക് തന്നെ നീങ്ങി. ഇപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. പ്രേമലു കണ്ട് കഴിയുമ്പോഴേക്കും ഏകദേശം ബാംഗ്ലൂർ നമ്മൾ ലാൻഡ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. അതിന് നടുക്കൊക്കെ ഇടയ്ക്കൊരു ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് സിനിമ പോസ് അടിച്ച് ഒരു 10-15 മിനിറ്റ് കിടക്കും, ഉറങ്ങും, പിന്നെ അങ്ങ് ഞെട്ടും, പിന്നെ വീണ്ടും സിനിമ കാണും. അങ്ങനെ വലിയ ബോറടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം ഭയങ്കര ഗ്രീനറിയാണ്. എന്താ ഗ്രീൻ സിറ്റി എന്നെല്ലാം പറയുന്നത്. അത് അങ്ങനെ ഫുള്ള് ആദ്യം ഇപ്പം കാണുമ്പം നമ്മളിപ്പം അറൈവലല്ലല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം മറ്റേ ഡിപ്പാർച്ചറും കൂടി കണ്ടപ്പോഴാണ്. കാരണം അവിടെ കാണുമ്പോഴൊക്കെ പിന്നെ നമ്മളെ ഒറിജിനൽ ഇതാണെന്ന് തോന്നൂല അങ്ങനെ അവർ. പക്ഷെ എല്ലാം ഒറിജിനൽ എന്ന് പറയേണ്ടി വരും. എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാനൊക്കെ. അങ്ങനെ ഇത് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. ഇവിടുന്ന് നമുക്ക് പിന്നെ ബാംഗ്ലൂർ ഡ്യൂട്ടി ഫ്രീ ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് കൂടി ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ എനിക്കൊരബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഇമിഗ്രേഷൻ സൈഡിലും വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നീ വീഡിയോ പിടുത്തം നിർത്തിക്കോ എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ല. ആനയെ കണ്ടൊരു ഭയങ്കര പറഞ്ഞാൽ ആനയൊന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആനയും ഡ്യൂട്ടി ഫ്രീയിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് പോയതാണ്. പക്ഷേ എമിഗ്രേഷനിലെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എമിഗ്രേഷനിൽ എത്തിയിട്ടില്ല, അതിന് മുന്നിൽ തന്നെ. പക്ഷേ അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിടിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുക്കേണ്ട ഏരിയയിലെത്തി. അപ്പോൾ ഞാൻ വിനോദത്തോട് പറഞ്ഞ് നിങ്ങൾ മൂന്നാളും കൂടിയിട്ട് ലഗേജ് കളക്ട് ചെയ്യും. അപ്പോഴേക്കും ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഈ എയർപോർട്ടിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ആ സൈഡിലേക്ക് പോയി. നല്ല ഭംഗി. കാരണം ഇവരാരും വന്നില്ല കേട്ടോ. ഇവരെല്ലാം ലഗേജ് എടുക്കാനാണ് നിന്നത്. വേഗം പുറത്തിറങ്ങണം എന്നുള്ള ചിന്തയായിരുന്നു ഇവർക്കൊക്കെ. കാരണം ഓൾറെഡി ടാക്സി നമ്മൾ ഇവിടുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 o'clock ടാക്സി പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവർ താഴെ എത്തിയിട്ട് വിളിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്താൽ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ പിടിക്കണമെന്നും അതുപോലെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്നവർക്ക് ഭയങ്കര തിരക്ക്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഇതിൽ. കാരണം ഞാൻ പിന്നെ ഇതൊക്കെ പിടിച്ചിട്ട് അത് സൈഡിൽ നോക്കുമ്പോൾ ഇവരാരെയും കാണുന്നില്ല. ഞാനൊന്ന് പേടിച്ചു പോയി. കാരണം ഇവരെൻ്റെ കൂട്ടായിട്ട് പുറത്തിറങ്ങിയോ വിചാരിച്ചിട്ട്. കാരണം നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ നല്ല ഭംഗിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും ഭംഗിയുള്ള എയർപോർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഇവരെ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ ഇവർ അപ്പുറത്തെ സൈഡിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
നമ്മളെല്ലാം ഇവിടുത്തെ ഞാൻ മാത്രം ഈ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട്, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ നിങ്ങളൊന്നും പോയി കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് ആ ഗ്ലാസിൻ്റെ അപ്പുറം കാണാൻ. എന്നിട്ടും ഇവർ വന്നില്ല. ഇവർ വന്ന് ആ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് വേഗം പുറത്തിറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങി. പിന്നെ ആദ്യമായിട്ടുള്ളതല്ലേ നമുക്ക്, ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പം ടാക്സി എവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണെന്നൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് സമയം ഒന്ന് തപ്പിപ്പിടിക്കേണ്ടി വന്നു. കാരണം ടാക്സി ഡ്രൈവറെ വിളിച്ചപ്പോൾ അവർ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ടാക്സി ഏരിയ കണ്ടുപിടിച്ചു. പക്ഷേ ഒരു അബദ്ധം പറ്റി, ഇവിടെ നിന്നൊന്നും ഒറ്റ ഫോട്ടോ എടുക്കേണ്ട ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് നടക്കുന്നുണ്ട്, ഇവർ ലഗേജും കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്കൊന്നും ഫോട്ടോ എടുക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എയർപോർട്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഈ ഭംഗിയൊക്കെ അറൈവലിൽ മാത്രമേ കാണൂ എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. കാരണം ഡിപ്പാർച്ചറിൽ നമ്മൾ വരുമ്പം ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ടാണ് എന്ന് തോന്നുന്നത്. എൻ്റെ ഒരു സംശയം മാത്രമാണ്. ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അറിയാത്തവരും ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് എടുക്കണ്ട കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഇതൊന്നും നമ്മൾ തിരിച്ചു വരുമ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പം ഈ സൈഡ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ വെള്ളത്തിൻ്റെ ഭാഗമൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രൈവറെ വിളിച്ച് ചോദിക്കുവാണ് ഏത് ഭാഗത്താണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞ ഇത് വെച്ചിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, താഴെ ഇറങ്ങാൻ അതൊക്കെ ഉണ്ട്. കാരണം ആ സൈഡൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാവുക. ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പച്ചപ്പ്, എല്ലാം ഒന്നും ആർട്ടിഫിഷ്യലല്ല, എല്ലാം നാച്ചുറൽ സാധനം എന്ന് പറഞ്ഞ പോലത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്കവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച്, ചെറിയൊരു മഴ പാറുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല മഴയില്ലെങ്കിൽ അത് കാണേണ്ട ഒരു ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ ഇവർ ഇത്രയും ചെടിയും ഇതും ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ച് പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല. അത്രയും നല്ല മനസ്സിന് നാട്ടിലെത്തിയപാട് തന്നെ നല്ലൊരു കുളിർമ വന്നു ഈ പച്ചപ്പ് കണ്ടപ്പോൾ. പിന്നെ ടാക്സി അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. കാരണം അവർ പറഞ്ഞു വരുന്നുണ്ട് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. കാരണം അറിയുന്നില്ലല്ലോ ആരാ എന്താണെന്നൊന്നും. എല്ലാം ഓൺലൈനിൽ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാണ്. ഏകദേശം എയർപോർട്ടിൽ നിന്ന് 1.5 മണിക്കൂറോളം ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് എത്താൻ. അങ്ങനെ അവസാനം ടാക്സി വന്നു. നമ്മൾ ടാക്സി കയറി നേരെ റൂമിലോട്ടേക്ക്. അവിടെ എത്തിയിട്ടുള്ള വിശേഷം അത് പറയാം കേട്ടോ. അങ്ങനെ രാവിലെ പുറപ്പെട്ട ഞങ്ങൾ ബാംഗ്ലൂർ എത്തുമ്പോൾ ഏകദേശം ഒരു ക്ഷീണം പിടിച്ചൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൽ എത്തി, അവിടുന്ന് പിന്നെ വണ്ടി പിടിച്ച് അവിടുന്ന് പിന്നെ 1.5 മണിക്കൂറുള്ള യാത്ര എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ ഏകദേശം എനിക്കൊന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിലും വണ്ടിയിൽ നിന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക്. പിന്നെ ഏതോ ട്രാഫിക്കിലൊക്കെ എത്തിയപ്പോഴാണ് ഉറക്കമൊക്കെ ഞെട്ടിയത്. അങ്ങനെ നമ്മൾ കുറച്ച് കാഴ്ചകളും ഇതൊക്കെയൊക്കെ ഉണ്ടാകും. ഇവരൊക്കെ നല്ല ഉറക്കമായി ഏകദേശം. പൈങ്കിളിയൊക്കെ ഒന്നും അറിയാണ്ട് നല്ല ഉറക്കമാണ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ട്, കാരണം ഒരു 4:45 ഞങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും. അങ്ങനെ വിശന്ന് കരിച്ച നമ്മൾ അടുത്തുള്ള ഒരു മാളിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു. പക്ഷേ ഒരബദ്ധം എവിടെയാണ് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ എത്തിയതാണ് റൂമിൻ്റെ അവസ്ഥ മനസ്സിലായത്. വളരെ പരിതാപകരം. അപ്പോൾ വേറെ റൂം അന്വേഷിച്ച് നടക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാനാണ്. അപ്പോൾ ബാക്കി ബാംഗ്ലൂർ വിശേഷമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എന്തിനാണ് ബാംഗ്ലൂർ വന്നതെന്നും എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷം പിന്നെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബായ്.